ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കണേ നോക്കിയാലോ. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി അതിൻ്റെ സ്കിന്നൊക്കെ വിട്ട് മാറണവരെ ഒന്ന് വാട്ടിയെടുക്കാം. കണ്ടില്ല, അപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് വിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ ഒരു 20ഓളം ചെറിയുള്ളിയും പിന്നെ 7ഓളം വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞതും കൂടി വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറാണ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിലേക്ക് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ ക്യാമറ വെക്കാനായിട്ട് കറക്റ്റായിട്ട് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ പകുതി ഭാഗം കാണുന്നത്. അപ്പോൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഇനി എൻ്റെ പച്ചക്കുത്തൊന്ന് മാറണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ പൊടികളിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലോട്ടേക്ക് ചേർത്തിട്ട് ഒന്ന് കയ്യിലും കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മസാലയൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഉരുളിയിൽ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞിട്ട് ഏറ്റവും നൈസായിട്ട് അരിഞ്ഞ ഒരു 15ഓളം ചെറിയുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതിലോട്ടേക്ക് 2.5 കപ്പോളം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ 3 പച്ചമുളക് അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെറുതായിട്ട് തിള വരുമ്പോൾ ഇതിലോട്ടേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ട് നമുക്കിനി ഇതിലോട്ടേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോളം മീനാണ് ഞാൻ ഇതിലോട്ടേക്ക് ഇടാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ 2 സൈസ് മീനുണ്ട്, കണമ്പും കരിമീനും. ഇനി ഇതിലോട്ടേക്ക് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു 3 കഷ്ണം അല്ലെങ്കിൽ 4 കഷ്ണം കുടംപുളി നമുക്ക് വെള്ളത്തിലിട്ട് അലിയിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമുക്ക് പുളിയും ഉപ്പും അതൊക്കെ കറക്റ്റാണോ നോക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുളി കുറച്ച് കൂടുതലായതുകൊണ്ട് അതിൽ നിന്ന് 2 കഷ്ണം കുടംപുളി എടുത്ത് മാറ്റിയിട്ടുണ്ടായി. പിന്നെ ഉപ്പും കൂടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായി. ഇതൊന്ന് ഇനി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സിമ്മിൽ തന്നെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എല്ലാ മീനും ഇതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി നോക്കാം. ഇതിപ്പോൾ ചോറിൻ്റെ മാത്രമല്ല കപ്പയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.
സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും